ഒരു അമേരിക്കൻ കരടി കാടിനുള്ളിൽ നിൽക്കുന്ന ഈ ഫോട്ടോ ഒരു സാധാരണ ഫോട്ടോയല്ല. 22 വയസ്സുള്ള ദർശ് പട്ടേൽ എന്ന യുവാവിനെ ഈ കാണുന്ന കരടി കൊടൂരമായി കൊലപ്പെടുത്തുന്നതിന് നിമിഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം തന്റെ ഫോണിൽ പകർത്തിയ ഫോട്ടോയാണിത്. 2014 സെപ്റ്റംബർ 21 റട്ഗേഴ്സ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസായ ദർശ് പട്ടേലും അദ്ദേഹത്തിന്റെ 4 സുഹൃത്തുക്കളും ചേർന്ന് ന്യൂജേഴ്സിയിലെ അപ്ഷവ പ്രിസർവിൽ ഹൈക്കിങ്ങിനെത്തി. കാടിനുള്ളിൽ അങ്ങനെ ചുറ്റിത്തിരിയുമ്പോഴാണ് 300 പൗണ്ട് ഭാരമുള്ള ഒരു കറുത്ത കരടി അവരെ ഫോളോ ചെയ്യുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇത് കണ്ട് കൗതുകം തോന്നിയ ദർശ് പട്ടേൽ അദ്ദേഹത്തിന്റെ ഫോണിൽ ആ കരടിയുടെ ഫോട്ടോ എടുത്തു. മാത്രമല്ല അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ആ കരടിയുടെ ഫോട്ടോ എടുത്തിരുന്നു. പക്ഷേ ആ കരടി അവർക്ക് 15 അടി അകലെ എത്തിയപ്പോൾ അവർക്ക് അപകടം മണത്തു. ഉടൻ തന്നെ അവർ പേടിച്ച് പല വഴിക്കോടി. ആ കരടിയും അവർക്ക് പിന്നാലെ കുതിച്ചു പാഞ്ഞു. അല്പസമയത്തിന് ശേഷം അവരെല്ലാം വീണ്ടും ഒത്തുകൂടി. പക്ഷേ ദർശ് പട്ടേലിനെ മാത്രം അവിടെ കാണാനില്ല. ഉടൻ തന്നെ സംഭവ സ്ഥലത്തേക്ക് പോലീസ് എത്തി അദ്ദേഹത്തെ തിരയാൻ തുടങ്ങി. ഒടുവിൽ കൊടൂരമായി കടിച്ചു കീറിയ നിലയിൽ ദർശ് പട്ടേലിന്റെ ജഡം അവർ കണ്ടെത്തി. മാത്രമല്ല ശരീരമാസകലം രക്തം പറ്റിയ നിലയിൽ ആ കരടിയെയും അവർ കണ്ടെത്തി. കണ്ട ഉടൻ തന്നെ പോലീസ് ആ കരടിയെ വെടിവെച്ചു കൊന്നു. മാത്രമല്ല ആ കരടിയുടെ വയറ്റിൽ മനുഷ്യമാംസം ഉണ്ടായിരുന്നത് സ്ഥിരീകരിക്കുകയും ചെയ്തു. സംഭവ സ്ഥലത്ത് നിന്ന് കിട്ടിയ ദർശ് പട്ടേലിന്റെ ഫോണിൽ ആ കരടി കടിച്ചതിന്റെ പാടുകൾ ഉണ്ടായിരുന്നു. മരിക്കുന്നതിന് നിമിഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം തന്റെ ഫോണിൽ പകർത്തിയ ആ കരടിയുടെ ഫോട്ടോസിലൊന്നാണ് ഇപ്പോൾ കാണുന്നത്. ഇതേപോലെ ചില ഫോട്ടോസും അവയുടെ ഭയാനകമായ ബാക്ക് സ്റ്റോറീസിനെ പറ്റിയുമാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. വെൽക്കം ടു ദ ഹോണ്ടഡ് വെബ്. ഹവായ് സ്വദേശിയായ ഒരു 18 വയസ്സുകാരനായിരുന്നു ഡെയ്ലൻ പൂവ. സാഹസികത ഇഷ്ടപ്പെട്ടിരുന്ന ഡെയ്ലൻ 2015 ഫെബ്രുവരി 27 ഒവാഹുയിലെ സ്റ്റെയർവേ ടു ഹെവൻ എന്ന ഹൈക്കിംഗ് ട്രെയിലിൽ ഹൈക്കിംഗ് ചെയ്യാനെത്തി. 3922 പടികളുള്ള ഈ സ്റ്റെയർവേ 2ാം ലോക മഹായുദ്ധ സമയത്ത് മിലിറ്ററി ആവശ്യങ്ങൾക്കായാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ പിന്നീട് സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം ഗവൺമെന്റ് ഈ സ്റ്റെയർവേ ക്ലോസ് ചെയ്തു. സോ ഗവൺമെന്റ് പ്രവേശനം നിരോധിച്ചിട്ടുള്ള ഈ സ്ഥലത്ത് ഹൈക്കിംഗ് ചെയ്യാനെത്തിയ ഡെയ്ലൻ പിന്നീട് തിരിച്ചു വന്നില്ല. ഉടൻ തന്നെ അയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചെങ്കിലും അയാളെ കണ്ടെത്താനായില്ല. ഈ അവസരത്തിലാണ് ഹൈക്കിങ്ങിനിടയിൽ ഡെയ്ലൻ തന്റെ ഫാമിലി മെമ്പേഴ്സിന് അയച്ച ചില ഫോട്ടോസ് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അതിൽ ഒരു ഫോട്ടോ എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞു. ആ ഫോട്ടോയിൽ ആരോ ഒരാൾ കാടിനുള്ളിൽ മറഞ്ഞിരിക്കുന്നത് കാണാം. അതാരാണെന്നറിയാൻ പോലീസ് പബ്ലിക്കിന്റെ സഹായം തേടിയെങ്കിലും അയാളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. എന്തിനാണ് അയാൾ അവിടെ ഒളിച്ചിരുന്നത്? ഡെയ്ലൻ അയാളെ കണ്ടു കാണുമോ? ഡെയ്ലന്റെ തിരോധാനത്തിന് പിന്നിൽ അയാളാണോ എന്നീ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല. ആകെ അവശേഷിക്കുന്നത് ഈ ഫോട്ടോ മാത്രം. അമേരിക്കയിലെ അലബാമയിലുള്ള ജോളി കാലൻ എന്ന 18 വയസ്സുകാരിയുടെ ഫോട്ടോയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ആ ഫോട്ടോ തന്നെയാണ് അവരുടെ അവസാന ഫോട്ടോയും. ഈ ഫോട്ടോ എടുത്ത് നിമിഷങ്ങൾക്ക് ശേഷം അവരുടെ എക്സ് ബോയ്ഫ്രണ്ട് ലോറൻ ഡാനിയൽ അവരെ കൊലപ്പെടുത്തി. കൊല നടക്കുന്നതിന് മാസങ്ങൾക്ക് മുൻപാണ് ജോളിയും ഡാനിയലും തമ്മിൽ ബ്രേക്കപ്പ് ആയത്. ബ്രേക്കപ്പിന് ശേഷം ഡാനിയൽ ജോളിയെ കോൾ ചെയ്ത് ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. എന്നാൽ ജോളി അതെല്ലാം മറന്ന് ആ റിലേഷൻഷിപ്പിൽ നിന്നും മൂവ് ഓൺ ആയിരുന്നു. ഓരോ തവണയും ഡാനിയൽ കോൾ ചെയ്ത് ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുമ്പോഴും ജോളി ഈ കാര്യം തന്റെ ഫ്രണ്ട്സിനോടും അച്ഛനോടും പറഞ്ഞിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഡാനിയൽ ജോളിയെ കോൾ ചെയ്ത് നമുക്കെവിടെങ്കിലും ട്രെക്കിങ്ങിന് പോകാം, പക്ഷേ നമ്മൾ ഫ്രണ്ട്സ് മാത്രമായിരിക്കുമെന്ന് പറഞ്ഞത്. മനസ്സില്ലാ മനസ്സോടെ ജോളി ഓക്കെയും പറഞ്ഞു. അവിടെ പോകുന്നതിന് തലേ ദിവസം ജോളി തന്റെ ഫ്രണ്ട്സിനോട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കെ ഞാനും ഡാനിയലും നാളെ ട്രെക്കിങ്ങിന് പോകുന്നുണ്ട്, നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ആരുടെ കൂടെ ആയിരുന്നെന്ന് നിനക്കറിയാമല്ലോ എന്ന് തമാശയ്ക്ക് മെസ്സേജും അയച്ചു. പ്ലാൻ ചെയ്ത പോലെ തന്നെ അടുത്ത ദിവസം അവർ രണ്ടുപേരും അടുത്തുള്ള ഒരു മലമ്പ്രദേശത്തേക്ക് പോയി. അവിടെ എത്തിയതും അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിൽ ഒരുപാട് ഫോട്ടോസും അവർ അപ്ലോഡ് ചെയ്തു. എന്നാൽ നിമിഷങ്ങൾക്ക് ശേഷം കാര്യങ്ങൾ തലകീഴായി മറിഞ്ഞു. ട്രക്കിങ്ങിന് പോയ ജോളി തിരികെ വീട്ടിലെത്തിയില്ല. ജോളി ഒരു വ്യൂ പോയിന്റിൽ നിന്ന് കാഴ്ച കണ്ടുകൊണ്ടിരിക്കെ പിന്നിൽ നിന്ന് ഡാനിയൽ ജോളിയുടെ തലയ്ക്ക് വെടിവെച്ചു.
അതിനുശേഷം ജോളിയുടെ ബോഡി എടുത്ത് താഴേക്കെറിഞ്ഞിട്ട് ഡാനിയൽ അവിടുന്ന് രക്ഷപ്പെട്ടു. പിന്നീട് പോലീസിനെ കോൾ ചെയ്ത ഡാനിയൽ ഞാൻ ജോളിയെ അബദ്ധത്തിൽ കൊലപ്പെടുത്തിയെന്ന് പറയുകയും ചെയ്തു. എന്നാൽ ജോളിയുടെ ബോഡി കണ്ടെത്തിയ ശേഷം നടന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ഡാനിയൽ ബോധപൂർവം തന്നെ ജോളിയെ കൊലപ്പെടുത്തിയതാണെന്ന് വ്യക്തമായി. മാത്രമല്ല തനിക്ക് കിട്ടാത്ത ജോളിയെ ഇനി ആർക്കും കിട്ടാതിരിക്കാനാണ് ഞാൻ അവളെ കൊന്നതെന്ന് ജയിലിൽ വെച്ച് ഡാനിയൽ ഒരു സെൽമേറ്റിനോട് പറഞ്ഞു. മാത്രമല്ല ജോളിയുടെ പുതിയ ബോയ്ഫ്രണ്ടിനെ കൊല്ലാനും അയാൾ പ്ലാൻ ചെയ്തിരുന്നു. ഒടുവിൽ കോടതി ഡാനിയലിന് 52 വർഷം തടവ് ശിക്ഷ വിധിച്ചു. മറ്റുള്ളവരെ കൊടൂരമായി കൊലപ്പെടുത്തി അത് കണ്ട് നിർവൃതിയടയുന്നവരാണ് സീരിയൽ കില്ലേഴ്സ്. അത്തരത്തിലുള്ള ട്രക്ക് ഡ്രൈവറായ ഒരു സീരിയൽ കില്ലറാണ് റോബർട്ട് ബെൻ റോഡ്സ്. ട്രക്ക് ഓടിച്ചു പോകുമ്പോൾ തന്നോട് ലിഫ്റ്റ് ചോദിക്കുന്ന സ്ത്രീകളെയും ടീനേജ് പെൺകുട്ടികളെയും റേപ്പ് ചെയ്ത് ടോർച്ചർ ചെയ്ത് കൊല്ലുന്ന ഒരു സൈക്കോയായിരുന്നു അയാൾ. അങ്ങനെയുള്ള ആ സൈക്കോയുടെ കയ്യിൽ കുടുങ്ങിയ ഒരു 14 വയസ്സുകാരിയായിരുന്നു റെജീന വാൾട്ടേഴ്സ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഫോട്ടോ റെജീനയുടെ അവസാന നിമിഷങ്ങളുടെ കഥ പറയുന്നു. ആ സൈക്കോ റെജീനയുടെ മുടി വെട്ടി ഫോഴ്സ് ചെയ്ത് ഒരു ബ്ലാക്ക് ഡ്രസ്സും ഹീൽസും ധരിപ്പിച്ച് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യിച്ചു. റെജീനയുടെ മുഖത്തെ മരണഭയം ഈ ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാം. ഈ ഫോട്ടോ എടുത്ത നിമിഷങ്ങൾക്ക് ശേഷം റോബർട്ട് റെജീനയെ പലതവണ വെടിവെച്ച് കൊലപ്പെടുത്തി. ഈ ചിത്രത്തിൽ കാണുന്ന ഹാപ്പി കപ്പിൾ സാക് ബോവനും അദ്ദേഹത്തിന്റെ ഗേൾഫ്രണ്ട് ആഡി ഹാളുമാണ്. ന്യൂ ഓർലീൻസിൽ കത്രീന കൊടുങ്കാറ്റ് നാശം വിതച്ച സമയത്താണ് അവർ തമ്മിൽ പരിചയപ്പെടുന്നതും പ്രണയത്തിലാവുന്നതും. ആ കൊടുങ്കാറ്റിനെ തുടർന്ന് ആ നഗരത്തിൽ ഇലക്ട്രിസിറ്റിയും ആർക്കും ജോലിയുമില്ലാതിരുന്ന ആ സമയത്താണ് അവർ ഏറ്റവും ഹാപ്പിയായിരുന്നത്. എന്നാൽ അതിനുശേഷമാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത്. അവർ തമ്മിൽ പല കാര്യങ്ങളും പറഞ്ഞ് അടിയിടാൻ തുടങ്ങി. അങ്ങനെയൊരവസരത്തിലാണ് സാക് തന്നെ ചീറ്റ് ചെയ്യുകയായിരുന്നുവെന്ന് ആഡി മനസ്സിലാക്കിയത്. 2006 ഒക്ടോബർ 5 ആഡി അവർ താമസിച്ചിരുന്ന വാടക വീടിന്റെ ഓണറിന്റെ വീട്ടിലെത്തി സാക്കിനെ ആ വീട്ടിൽ നിന്നും പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇഷ്യൂസ് പറഞ്ഞു തീർത്താൽ മതിയെന്ന് പറഞ്ഞ് ഹൗസ് ഓണർ ആഡിയെ തിരിച്ചയച്ചു. അവസാനമായി ആഡിയെ ജീവനോടെ കണ്ടതും അയാളാവും. 12 ദിവസങ്ങൾക്ക് ശേഷം ഒക്ടോബർ 17 പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വന്നു. ന്യൂ ഓർലീൻസിലെ ഒമ്നി റോയൽ ഹോട്ടലിന്റെ റൂഫിൽ നിന്നും ഒരാൾ താഴേക്ക് ചാടി മരിച്ചു. മരിച്ച വ്യക്തി സാക് ബോവനാണ്. സാക്കിന്റെ പോക്കറ്റിൽ നിന്നും പോലീസിന് ഒരു കുറിപ്പും കിട്ടി. ഞാൻ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തമായാണ് ഞാൻ ചാടി ആത്മഹത്യ ചെയ്യുന്നത് എന്നായിരുന്നു ആ കുറിപ്പ്. ഉടൻ തന്നെ പോലീസ് സാക്കിന്റെയും ആഡിയുടെയും അപ്പാർട്ട്മെന്റിലെത്തി. എയർ കണ്ടീഷണർ ഫുൾ പവറിൽ ഓൺ ചെയ്തിട്ടിരിക്കുകയാണ്. വീടിന്റെ ചുമരിൽ ഐ ആം എ ഫെയിലിയർ, ഐ ലവ് ഹെർ, ലുക്ക് ഇൻ ദ ഓവൻ എന്നിങ്ങനെ പലതും സ്പ്രേ പെയിന്റ് കൊണ്ട് എഴുതി വെച്ചിരുന്നു സാക്. അതിനുശേഷമാണ് പോലീസ് കൊടൂരമായ ആ കാഴ്ച കാണുന്നത്. സ്റ്റൗവിലിരുന്ന ഒരു പാത്രത്തിൽ ആഡിയുടെ തല മാത്രം പുഴുങ്ങി വെച്ചിരിക്കുന്നു. ഓവനുള്ളിൽ ആഡിയുടെ കൈകാലുകൾ മസാല ചേർത്ത് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അരിഞ്ഞു വെച്ച കിഴങ്ങും ക്യാരറ്റുമൊക്കെ കൗണ്ടറിൽ തന്നെ ഇരിപ്പുണ്ട്. മാത്രമല്ല ആഡിയുടെ കൈകാലുകളും തലയുമില്ലാത്ത ഉടൽ അഥവാ ടോർസോ ഫ്രിഡ്ജിനുള്ളിൽ നിന്നും പോലീസ് കണ്ടെത്തി. സാക് ആഡിയെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം ആ ജഡത്തിന്റെ അരികിൽ കിടന്നുറങ്ങിയതും എങ്ങനെയാണ് ആഡിയുടെ ബോഡി കഷ്ണങ്ങളായി അറുത്തുമാറ്റിയതെന്നും അടുത്ത ദിവസം എങ്ങനെയാണ് നോർമലായി ജോലിക്ക് പോയതെന്നുമൊക്കെ ആഡിയുടെ ഡയറിയിൽ സാക് വിശദമായി എഴുതി വെച്ചിരുന്നു. കൊല ചെയ്ത ശേഷം അടുത്ത 2 ആഴ്ചയോളം ഒന്നും സംഭവിക്കാത്ത പോലെയാണ് സാക് ജീവിച്ചത്. ഇത്ര ഹാപ്പിയായി സാക്കിനെ ഇതിനു മുൻപ് കണ്ടിട്ടില്ല എന്ന് അവന്റെ ഫ്രണ്ട്സും പറയുന്നു. എന്നാൽ വാസ്തവത്തിൽ ഒമ്നി റോയൽ ഹോട്ടലിന്റെ റൂഫിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്യാൻ സാക് ഓൾറെഡി തീരുമാനിച്ചിരുന്നു. സാക് ഡയറിയിൽ കുറിച്ച പോലെ ഭൂമിയിലെ തന്റെ അവസാന നിമിഷങ്ങൾ അയാൾ ആസ്വദിക്കുകയായിരുന്നു. ആഡിയുടെ ബോഡി പാർട്സ് സാക് കഴിച്ചു എന്നതിന് യാതൊരു എവിഡൻസുമില്ല. ആദ്യ കാഴ്ചയിൽ വളരെ നിഷ്കളങ്കമായി തോന്നിയ ഈ ചിത്രത്തിൽ ഒടുവിൽ അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഈ വീഡിയോയ്ക്ക് 200 ലൈക്ക് കിട്ടിയാൽ ഇതിന്റെ അടുത്ത പാർട്ട് എത്രയും വേഗം ചെയ്യുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണും വരെ ഗുഡ് ബൈ.